ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശയ്യ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെസ്, ഇഫ് യു ഹാവ് ഡിപ്പെൻഡ് ഓൺ ഗോഡ് യു ക്യാൻ ഡു എവറിഥിങ്. ഏജ് ഈസ് ഓൺലി എ നമ്പർ. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ തമ്പുരാൻ എനിക്ക് തന്ന ഒരു വിഷൻ ഒരു പരുന്തിൻ്റെ ചിത്രമാണ്. ഞാൻ പരുന്തിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനുഷ്യജീവിതവുമായി സാമ്യമുണ്ട് പരുന്തിൻ്റെ ജീവിതത്തിന്. എന്തെന്നല്ലേ, പരുന്ത് തൻ്റെ ഇര തേടാനായി മുകളിലേക്ക് പറന്നുയരുമ്പോൾ മറ്റു പക്ഷികൾ വട്ടം കൂടി നിന്ന് അതിനെ ഉപദ്രവിക്കും. അതിനെ മുകളിലേക്ക് ഉയരാൻ വിടാത്ത രീതിയിൽ അതിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പരുന്താകട്ടെ ഒന്നും പ്രതികരിക്കില്ല. ആ പക്ഷികളെ ഒന്നും ചെയ്യില്ല. അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നുകൊണ്ടേയിരിക്കും. കുറേയധികം പറന്നുയരുമ്പോൾ മറ്റു പക്ഷികൾക്ക് അതിനോടൊപ്പം എത്താനാവില്ല. അപ്പോൾ ആകാശത്തിൻ്റെ അനന്തവിഹായസിൽ പരുന്ത് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അവൻ തൻ്റെ ഇരയെ ശ്രദ്ധാപൂർവം ഒരു തീക്ഷ്ണമായി തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കും. പരുന്തിൻ്റെ കണ്ണുകൾക്ക് അപാര കാഴ്ചശക്തിയാണ്. ഇരയെ കണ്ടെത്തിയാലോ തീവ്ര വേഗതയിൽ അവൻ ഒരു ഷാർപ്പ് ഷൂട്ടറെ പോലെ അതിനെ കൊത്തിയെടുത്ത് പറന്നുയരും. വീണ്ടുമുണ്ട് പ്രത്യേകത, പരുന്ത് ചത്തതിനെയും കെട്ടതിനെയും ഒന്നും ഭക്ഷിക്കാറില്ല. അത് ജീവനുള്ള മീനോ ഓടി നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളോ ഒക്കെയാണ് അതിൻ്റെ ആഹാരമായി തീരുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ മനുഷ്യജീവിതമായി കോർത്തിണക്കി നോക്കിയപ്പോൾ ശരിയാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പാഠം പരുന്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അത് തന്നെ ഉപദ്രവിക്കുന്നവരെ ഒന്നും ചെയ്യുന്നില്ല. അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ഉന്നം വയ്ക്കുന്നത്. വീണ്ടും അതിൻ്റെ ദീർഘവീക്ഷണം നമുക്കും ആദ്യം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു ദീർഘവീക്ഷണം നമുക്കും ഉണ്ടായിരിക്കണം. അതുപോലെ നല്ലതിനെ മാത്രം ഭക്ഷിക്കുന്ന പരുന്തിനെ പോലെ നമുക്ക് നല്ലത് കാണാനും നന്മ ചിന്തിക്കാനും കഴിയണം. അതുപോലെ ഒരു തീഷ്ണത ഉണ്ടായിരിക്കണം. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരിക്കണം, മന്ദോഷ്ണനാകരുതെന്ന് ബൈബിളിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, കാലിക്കൂട്ടങ്ങൾ മേയുന്ന കാലിത്തൊഴുത്തിൽ പിറന്ന് കല്ലും മുള്ളും നിറഞ്ഞ കാൽവരിയിലൂടെ കടന്നുപോയി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന താഴ്ചകളിലും വീഴ്ചകളിലും അങ്ങയുടെ സഹായത്താൽ ഉയർച്ചയും വളർച്ചയുമായി തീരുവാൻ ഞങ്ങളുടെ കരം പിടിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.